إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് സദാ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സർവലോക സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം കഴിവിൻ്റെ പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് നമ്മളിലെല്ലാം വർഷിക്കുമാറാകട്ടെ. വിശ്വാസകാര്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിധിയിലുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ എല്ലാ കാര്യങ്ങളും അയാളെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന സമയത്ത് തന്നെ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്താത്ത ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസി ഒരു പരിധിക്കപ്പുറത്തേക്ക് വ്യസനിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. അവരെന്താണ് ചിന്തിക്കേണ്ടത്? ഇതെല്ലാം എൻ്റെ റബ്ബ് ആദ്യമേ തന്നെ നിശ്ചയിച്ച കാര്യങ്ങളാണ്, അതനുസരിച്ചാണ് നടക്കുന്നത്. ആ വിധികളിൽ മാറ്റം വരാൻ വേണ്ടി എനിക്കെൻ്റെ റബ്ബിനോട് ആത്മാർത്ഥമായി തേടാം, പ്രാർത്ഥിക്കാം. പക്ഷേ
എല്ലാം എൻ്റെ റബ്ബ് ആദ്യമേ തന്നെ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടന്നു പോകുന്നത്. പലപ്പോഴും ഈ ഒരു വിഷയത്തെ ചില ആളുകളെങ്കിലും വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അല്ലാഹു തആല ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ എല്ലാ കാര്യവും ആദ്യമേ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറെ നന്മയും തിന്മയും പ്രവർത്തിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ചിലർ പറയാറുണ്ട്, അല്ലാഹു തആല എൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യമേ തന്നെ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് കുറെ സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്? എൻ്റെ കാര്യത്തിൽ അല്ലാഹു തആല രേഖപ്പെടുത്തിയത് നരകാവകാശിയായിട്ടാണെങ്കിലോ? അപ്പൊ ഞാൻ എത്ര നന്മ ചെയ്താലും നരകത്തിലേക്കല്ലേ പോവുള്ളൂ? പിന്നെ ചോദിക്കാറുണ്ട്, എൻ്റെ കാര്യത്തിൽ ആദ്യമേ തന്നെ അല്ലാഹു തആല രേഖപ്പെടുത്തിയത് ഞാൻ സ്വർഗാവകാശിയാണ് എന്നാണെങ്കിലോ? അപ്പൊ പിന്നെ ഞാൻ എത്ര തിന്മ പ്രവർത്തിച്ചാലും കുഴപ്പമില്ലല്ലോ, അല്ലാഹു തആല എന്നെ ആദ്യേ സ്വർഗത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവൂലേ എന്ന്. ഇവിടെ അള്ളാഹുവിന്റെ വിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും ധാരണ, ചെറിയ രൂപത്തിലുള്ള ഒരു വിജ്ഞാനമെങ്കിലും അറിവെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം മൗഢ്യമായ, ഇത്തരം ബോഷ്കായ, വിഡ്ഢിത്തം നിറഞ്ഞ ചോദ്യങ്ങൾ തന്നെ ചോദിക്കൂല. അല്ലാഹു തആല ആരാണ് എന്നും അള്ളാഹുവിന്റെ അറിവിനെ പറ്റി, അവന്റെ സിഫത്തിനെ പറ്റി, അവന്റെ കഴിവിനെ പറ്റി, അവന്റെ വിധിയിലുള്ള വിശ്വാസത്തെപ്പറ്റി ഒരു ധാരണയുമില്ലാത്തത് കൊണ്ടാണ് യുക്തിവാദികളായ, നിരീശ്വരവാദികളായ ആളുകൾ പടച്ചുവിടുന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ മിഴിച്ചു നിന്നു പോകുന്നത്, ഇങ്ങനെ ഉത്തരമില്ലാതെ നിന്നു പോകുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു ജീവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിപ്പിക്കുമ്പോൾ, ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അല്ലാഹു തആല ഒരു കുഞ്ഞിനെ സംവിധാനിച്ചു കൊണ്ടുവരുമ്പോൾ 4 മാസം പ്രായമാകുന്ന സമയത്ത് അല്ലാഹു തആല അവരിലേക്ക് ഒരു മലക്കിനെ നിയോഗിക്കും. ആ മലക്ക് അവരുടെ അടുക്കൽ വരും. 3 കാര്യങ്ങൾ രേഖപ്പെടുത്തും. 1 അവന്റെ ആയുസ്സായിരിക്കും, 2 അവന്റെ ഉപജീവനമായിരിക്കും, 3 അവൻ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന കാര്യമായിരിക്കും. പലപ്പോഴും ഈ ഒരു ഹദീസിന് അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ സന്ദർഭത്തിൽ നിന്നൊക്കെ അതിന്റെ വിശദീകരണം പോലും മനസ്സിലാക്കാതെ കേട്ട പാതി കേൾക്കാത്ത പാതി ഇതിനെടുത്ത് ഉദ്ധരിച്ചിട്ട് പറയും, കണ്ടില്ലേ അള്ളാഹു ആദ്യമേ തന്നെ ഞാൻ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ ഞാൻ കുറെ പ്രവർത്തിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ അറിവാണ്. അല്ലാഹു തആല 3 കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. 1 അവന്റെ ആയുസ്സിനെ പറ്റി, എത്ര കാലം അവൻ ജീവിക്കും എന്ന കാര്യം. 2 അവന്റെ ഉപജീവനം രേഖപ്പെടുത്തുന്നുണ്ട്. 3 അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നത് അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, അതായത് സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ രേഖപ്പെടുത്തുന്നത് കൊണ്ടാണോ നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്? അല്ല. അല്ലാഹു രേഖപ്പെടുത്തുന്നത് അല്ലാഹുവിന്റെ ഇൽമാണ്, അല്ലാഹുവിന്റെ അറിവാണ്. മനുഷ്യരായ നാം ഈ ഭൂമുഖത്ത് ജീവിക്കുന്നു. ഈ പ്രപഞ്ചം സംവിധാനിക്കപ്പെട്ടതുപോലും ദ്വിമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, 2 ഡൈമെൻഷനിലാണ്. അതായത് സമയത്തിന്റെയും കാലത്തിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ടൈം സ്പേസ് കോണ്ടിനെന്റം എന്ന് നമ്മളതിനെ പറ്റി പറയും. സ്ഥലകാല നൈരന്തര്യം, അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും കഴിയുകയുള്ളൂ. ടൈമും സമയവും നമുക്ക് ബാധകമാണ്. എന്നാൽ അല്ലാഹു തആലക്ക് ഈ സമയവും കാലവും സംവിധാനിച്ചവന് സമയവും കാലവും ബാധകമാകൂലല്ലോ. നമുക്ക് സമയവും കാലവും ബാധകമാണ്, അല്ലാഹു തആലക്ക് ഇതൊന്നും ബാധകമല്ല. സമയവും കാലവും ടൈമും സ്പേസും ബാധകമല്ലാത്തവന് ഭാവി ഭൂതം വർത്തമാനം എന്ന് പറയുന്ന ഒരു മാനമില്ല, ഒന്നൊരു അർത്ഥമില്ല, ഒരു രീതിയില്ല. അല്ലാഹുവിന്റെ അറിവ് വിശാലമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ അറിവ് വിശാലമാണ്. ഒരു ചുമരിന്റെ മൂലയിൽ കൂടി അരിച്ചു പോകുന്ന ഒരു ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഉറുമ്പിന് കഴിഞ്ഞുപോയ പിന്നിട്ട വഴികളെക്കുറിച്ച് മനസ്സിലാകും, നിലനിൽക്കുന്ന വഴികളെക്കുറിച്ച് മനസ്സിലാകും. വരാൻ പോകുന്ന വഴികളെക്കുറിച്ച് അറിയോ? ഇല്ല. എന്നാൽ ആ ഉറുമ്പിനെ നോക്കിക്കാണുന്ന ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഉറുമ്പ് സഞ്ചരിച്ച വഴിയും സഞ്ചരിക്കുന്ന വഴിയും എവിടേക്കാണ് ഉറുമ്പ് സഞ്ചരിക്കാനിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സർവ്വലോക നിയന്താവായ റബ്ബുൽ ഇസ്സത്ത് ഖദീർ എല്ലാം അറിയുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹു തആലക്ക് സമയം ബാധകമല്ല, കാലം ബാധകമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അറിവിനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയി മാത്രം പരിമിതപ്പെടുത്താൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ അറിവ് അതിവിശാലമാണ്.
വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അറിയുക അല്ലാഹുവിന്റെ പക്കലാകുന്നു അദൃശ്യത്തിന്റെ ഖജനാവുകൾ. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരാളും തന്നെ അതറിയുകയില്ല. അദൃശ്യമറിയാൻ, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിവുള്ളവൻ അത് അല്ലാഹു തആല മാത്രമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന കാര്യം എന്താണ്? ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലുള്ളതും കരയിലുള്ളതും അറിയുന്നവനാണ് അല്ലാഹു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അല്ലാഹുവിന്റെ അറിവോട് കൂടിയിട്ടല്ലാതെ ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് ഒരു ഇല പോലും വീഴുന്നില്ല. ഒരു ഇല വീഴുന്നുണ്ടെങ്കിൽ പോലും അത് അല്ലാഹുവിന്റെ അറിവോട് കൂടിയിട്ടാണ്. അല്ലാഹുവിന്റെ അറിവിന്റെ വിശാലതയെക്കുറിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ്, ആ സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ സൂറത്തിന്റെ 109-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്ന ഒരു കാര്യമില്ലേ? അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമല്ലേ? അള്ളാഹുവിന്റെ അറിവ് വിശാലമാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ്, അത് ആ അറിവ് രേഖപ്പെടുത്താൻ വേണ്ടി ഈ ഭൂമിയിലുള്ള സർവ്വ സമുദ്രങ്ങളും അത് മഷിയായാൽ പോലും ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ വറ്റിപ്പോകുന്നതിനു മുമ്പ് ആ സമുദ്രത്തിലെ മഷിയെല്ലാം വറ്റിപ്പോകും. അതായത് ഈ ഭൂമിയിലുള്ള സമുദ്രങ്ങളെല്ലാം എൻ്റെ രക്ഷിതാവിൻ്റെ വിജ്ഞാനം, അറിവ് എഴുതി വെക്കാനുള്ള മഷിയാണ് എങ്കിൽ, ഒരു പേന ഉപയോഗിച്ച് ആ സമുദ്രത്തിലെ മഷികളെല്ലാം ഉപയോഗപ്പെടുത്തി അള്ളാന്റെ അറിവ് എഴുതി വെക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുവിന്റെ അറിവ് വറ്റിപ്പോകുന്നതിന് മുമ്പ് ആ സമുദ്രത്തിലെ മഷിയെല്ലാം വറ്റിപ്പോകുമെന്ന്. എന്നാലും അള്ളാഹുവിന്റെ അറിവ് അവിടെ തന്നെ അവശേഷിക്കുമെന്ന്. അത്രത്തോളം സർവജ്ഞാനിയായ റബ്ബ്, ആ അള്ളാഹുവിന്റെ അറിവിനെയാണോ പരിമിതമായ നമ്മുടെ ബുദ്ധി വെച്ച അറിവ് കൊണ്ട് നമ്മൾ അളക്കാൻ പോകുന്നത്? അള്ളാഹുവിന്റെ വിധികളെ നമ്മൾ ചോദ്യം ചെയ്യാനിരിക്കുന്നത് അഹങ്കാരമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് കാട് കയറി ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാൻ കാരണം പലപ്പോഴും അത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നതിലേക്ക് വരെ എത്തും. അള്ളാഹുവിന്റെ സുന്നത്ത് ക്രമങ്ങളെ, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ നിഷേധിക്കുന്നതിലേക്ക് വരെ എത്തും. ഇനി വളരെ സിമ്പിളായ രൂപത്തിൽ തന്നെ ഈ കാര്യത്തെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാഹു രേഖപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ അറിവാണ്. അതുകൊണ്ട് തന്നെ ഒരു അടിമയുടെ പര്യവസാനം എങ്ങനെയായിരിക്കും, അയാൾ ഏത് രീതിയിൽ സഞ്ചരിക്കുമെന്ന് അള്ളാഹുവിന് നേരത്തെ അറിയാം. കാരണം അള്ളാഹുവിന്റെ അറിവ് അങ്ങനെയാണ്, അത് അള്ളാഹു രേഖപ്പെടുത്തുകയാണ്. ഇനി അറിവ് തന്നെ രണ്ട് രൂപത്തിലുണ്ട്, വിധി തന്നെ രണ്ട് രൂപത്തിലുണ്ട്. ചില വിധികളെ നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിച്ച് ആ വിധികളെ മാറ്റാൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു അധ്യാപകന്റെ ഉദാഹരണം എടുക്കാം. ഒരു കുട്ടികളെ വർഷങ്ങളോളമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെ വർഷങ്ങളോളം എടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ, ഒരുപാട് പരിചയ സമ്പത്തുള്ള ഒരു അധ്യാപകൻ. ആ അധ്യാപകൻ സ്കൂളിൽ ഒരു എക്സാം നടത്തുകയാണ്, ക്ലാസ്സിൽ ഒരു എക്സാം നടത്തുകയാണ്. കുട്ടികളോട് പറയണം ഇന്ന ദിവസം ഒരു എക്സാം ഉണ്ടാവും, ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അധ്യാപകൻ ചോദ്യ പേപ്പർ പോലും തയ്യാറാക്കിയിട്ടില്ല. അങ്ങനെ എക്സാമിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അധ്യാപകൻ ചോദ്യ പേപ്പർ തയ്യാറാക്കി. എന്നിട്ട് ചോദ്യ പേപ്പർ തയ്യാറാക്കിയതിന് ശേഷം ഈ അധ്യാപകൻ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ ജയിക്കുന്ന കുട്ടികൾ ആരൊക്കെയെന്ന് എഴുതി വെച്ചു, തോൽക്കുന്ന കുട്ടികൾ ആരൊക്കെയെന്ന് എഴുതി വെച്ചു, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾ ആരൊക്കെയെന്നും എഴുതി വെച്ചു. എന്നിട്ട് അദ്ദേഹം ആ പേപ്പർ അദ്ദേഹത്തിന്റെ മേശയുടെ വലിപ്പിൽ കൊണ്ടുപോയി വെച്ചു. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി, കുട്ടികൾക്ക് എക്സാം എഴുതാനുള്ള അവസരം കൊടുത്തു. കുട്ടികൾ എക്സാം എഴുതി, പേപ്പർ അദ്ദേഹം തിരിച്ച് കളക്ട് ചെയ്തു. എന്നിട്ട് ആ ആൻസർ ഷീറ്റൊക്കെ അദ്ദേഹം വാലുവേഷൻ നടത്തി, മാർക്കെല്ലാം ഇട്ടു. പുറത്ത് മാർക്ക് ഔട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം ഈ പേപ്പറുമായിട്ട്, അദ്ദേഹം ആദ്യമേ എഴുതി വെച്ച പേപ്പറുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കി. അപ്പൊ അദ്ദേഹം ആദ്യമേ തന്നെ പേപ്പറിൽ എഴുതി വെച്ച രീതിയിൽ അദ്ദേഹം എഴുതി വെച്ച പേരുകളിലുള്ള കുട്ടികളൊക്കെ തോറ്റിട്ടുണ്ട്, അദ്ദേഹം ജയിക്കുമെന്ന് എഴുതിയ കോളത്തിലുള്ള കുട്ടികളൊക്കെ ജയിച്ചിട്ടുണ്ട്, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയ കുട്ടികളൊക്കെ ജയിച്ചിട്ടുണ്ട്. ഈ ഒരു പേപ്പർ, ഈ വെള്ള പേപ്പർ ഒരു കുട്ടിക്ക് കിട്ടിയിട്ട് ആ കുട്ടി പറയണം അധ്യാപകനത് ആദ്യമേ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അധ്യാപകനത് രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ അറിവിന്റെയും പരിചയത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. നമ്മളെ സൃഷ്ടിച്ച റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുന്നത് ഒരിക്കലും പരിമിതപ്പെടുത്താൻ കഴിയുന്ന അറിവല്ല. അല്ലാഹു തആല തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്കൊക്കെ സുപരിചിതമായ ഒരു സൂറത്തിലെ ചോദ്യമാണത്. വഅസിറു ഖൗലകും വജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ.
അല്ലാഹു തആല പറയുന്ന കാര്യം എന്താ അറിയോ? നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ സംസാരം രഹസ്യമാക്കിക്കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സംസാരങ്ങൾ പരസ്യമാക്കിക്കൊള്ളുക. എന്ത് തന്നെയാണെങ്കിലും ഹൃദയത്തിലുള്ളത് അറിയുന്നവനാകുന്നു അല്ലാഹു തആല. ഖുർആന്റെ 67-ാമത്തെ സൂറത്ത് മുൽക്കിന്റെ 16-17 വചനങ്ങളാണ്. നിങ്ങളൊന്നെങ്കിൽ നിങ്ങളുടെ സംസാരം രഹസ്യമാക്കൂ, 13-14 വചനങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സംസാരം പരസ്യമാക്കിക്കോളൂ. എന്തെന്നെ ചെയ്താലും ഹൃദയത്തിലുള്ളത് അറിയുന്നവനാകുന്നു അള്ളാഹു. എന്നിട്ട് അല്ലാഹു തആല 14-ാമത്തെ വചനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അത് വല്ലാത്തൊരു ചോദ്യമാണ്. അള്ളാഹു പറയണ എന്താണ്? അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. സൃഷ്ടിച്ചുണ്ടാക്കിയവന് എല്ലാം അറിയുകയില്ലേ? സൃഷ്ടിച്ചുണ്ടാക്കിയവന് എല്ലാം അറിയുകയില്ലേ? ഇപ്പൊ നമ്മളൊരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ്, എന്തെങ്കിലും ഒരു ഉപകരണം നമ്മൾ ഉപയോഗിക്കുകയാണ്. ഒരു മൊബൈൽ ആകട്ടെ, ടാബ് ആകട്ടെ, എന്തെങ്കിലും ആകട്ടെ, അതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആരൊക്കെ ആയിരിക്കും? അതിനെങ്ങനെയാണ് പ്രശ്നങ്ങൾ സംഭവിക്കുക, എങ്ങനെ ഉപയോഗിച്ചാലാണ് അത് കേടാവുക, എങ്ങനെ ഉപയോഗിച്ചാലാണ് അതിന് ലാസ്റ്റ് ചെയ്യുക, എത്ര പരമാവധി അതിന് ലൈഫ് കിട്ടുക, ഇതൊക്കെ ആർക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് അറിയാം? അത് സംവിധാനിച്ച കമ്പനിക്കായിരിക്കും. മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവ് റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു തആല അവന്റെ അറിവാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഹദീസുണ്ട്, നിങ്ങൾ കുടുംബബന്ധം സ്ഥാപിക്കൂ, കുടുംബബന്ധം സ്ഥാപിക്കുന്നവരുടെ ആയുസ് അല്ലാഹു തആല നീട്ടിക്കൊടുക്കുന്നതാണ് എന്ന്. അപ്പൊ അയാളുടെ ജീവിതത്തിൽ കുടുംബബന്ധം പരമാവധി സ്ഥാപിക്കുകയാണ്. കുറെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നു, അവരോട് നല്ല രൂപത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നു. അപ്പൊ അല്ലാഹു തആല അവന്റെ ആയുസ് ഇങ്ങനെ മായ്ച്ചിട്ട് കുടുംബബന്ധം സ്ഥാപിക്കുന്നതിനനുസരിച്ച് ആയുസ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നാണോ പറയുന്നത്? അല്ല, അവന്റെ ജീവിതത്തിൽ അവൻ എത്രത്തോളം കുടുംബബന്ധം പുലർത്തും എന്ന് റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു തആലക്ക് നേരത്തെ അറിയാം. അല്ലാഹു അതിന്റെ അടിസ്ഥാനത്തിലാണ് രേഖപ്പെടുത്തുന്നത്. ഇനി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളോട് എന്തുകൊണ്ട് നമുക്ക് മറുചോദ്യം ചോദിച്ചുകൂടാ? അവരേതൊരു ഹദീസിനെയാണോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉദ്ധരിക്കുന്നത്, അതേ ഹദീസിൽ തന്നെ വേറെയും 2 കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അല്ലാഹു തആല ഒരു മനുഷ്യന്റെ പരലോകം, അവിടെ സ്വർഗം നരകം രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ അല്ലാഹു രേഖപ്പെടുത്തുന്ന 2 കാര്യങ്ങളാണ് അവന്റെ ആയുസ്, അതേപോലെ തന്നെ അവന്റെ ഉപജീവന മാർഗം. അല്ലാഹു എന്റെ ഉപജീവനം ആദ്യമേ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു സമ്പാദ്യം കണ്ടെത്താൻ വേണ്ടി വേറെ ജോലിക്കൊന്നും പോണ്ടെന്ന് വിചാരിച്ചൊരു മനുഷ്യൻ വീട്ടിലിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അല്ലല്ലോ, അതല്ലല്ലോ ചെയ്യുന്നത്. അതേപോലെ തന്നെ അള്ളാഹു ഒരാളുടെ ആയുസ് ആദ്യമേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ആയുസ് ഞാനൊരു 40-ാമത്തെ വയസ്സിൽ മരിക്കണമെന്നാണ് റബ്ബ് ആദ്യമേ രേഖപ്പെടുത്തിയത്. പിന്നെ ഞാൻ എന്തിനാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇത്ര ശ്രദ്ധിക്കണത്? അള്ളാഹു എന്റെ ആയുസ് രേഖപ്പെടുത്തിയത് 40-ാമത്തെ വയസ്സിലാണെങ്കിൽ ഞാനിപ്പോ എങ്ങനെ റോഡ് ക്രോസ് ചെയ്താലും ഞാൻ മരിക്കൂലല്ലോ എന്ന് ചിന്തിച്ചൂടെ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംവിധാനിച്ചു, അവന്റെ വിധികൾ രേഖപ്പെടുത്തി. അത് അള്ളാഹുവിന്റെ അറിവിന്റെ വിശാലതയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഫ്രീഡം ഓഫ് വിൽ, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. അവന്റെ മുമ്പിൽ പ്രവർത്തിച്ച് നന്മ പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന മരണാനന്തര ലോകത്തുള്ള സൗഭാഗ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. തിന്മയിലൂടെ സഞ്ചരിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചും പരിചയപ്പെടുത്തി കൊടുത്തു. രണ്ടും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. നന്ദിയുള്ളവനാകാം, നന്ദി കെട്ടവനാകാം. നന്ദിയുടെ വഴി തെരഞ്ഞെടുത്താൽ, അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ വഴി തെരഞ്ഞെടുത്താൽ പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് ജന്നാത്തുൽ ഫിർദൗസ് ആണ്. അള്ളാഹുവിനുള്ള ധിക്കാരത്തിന്റെ വഴിയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന പര്യവസാനം മനുഷ്യനും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയാണ്. അതുകൊണ്ട് അല്ലാഹു തആല എന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസമാണ് എന്ന് വിനയത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിലുണ്ടല്ലോ, പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ഈ പ്രയാസങ്ങൾ പലപ്പോഴും തിരിച്ചറിയാത്തത്, ഈ ഒരു വസ്തുത തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തീവ്രമായ അളവിൽ നിരാശയും പ്രയാസങ്ങളും കടന്നു വരുന്നത്. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വിഷമിക്കുന്നത്? ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേക്ക്, ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾ കടന്നു വരുമ്പോൾ എന്തിനാണ് ഒരു പരിധി വിട്ട് നമ്മൾ ആഹ്ലാദിക്കുന്നത്? കാരണം ഇതെല്ലാം എൻ്റെ റബ്ബ് ഓൾറെഡി ആദ്യമേ തീരുമാനിച്ചു വെച്ച കാര്യങ്ങളാണ്. അതിൻ്റെ മുന്നിലേക്ക് ആ സമയാകുമ്പോൾ വരുന്നു എന്ന് മാത്രം. അപ്പൊ നമ്മൾ ഒരാളുടെ വിയോഗം, ഒരാളുടെ മരണം, ഒരാളുടെ അപകടം, ഒരാളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ, നമ്മുടെ ആദർശ രംഗത്തുള്ള സഹോദരങ്ങളുടെ വേർപാടുകൾ, നമ്മുടെ മാതാപിതാക്കളുടെ മരണങ്ങൾ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സംഭവിക്കുന്ന പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ രൂപത്തിലുള്ള രോഗങ്ങൾ, ഭാര്യക്കോ ഭർത്താവിനോ ടെസ്റ്റ് ചെയ്യുമ്പോൾ വിവരം കിട്ടുമ്പോൾ അറിയുന്ന ഞെട്ടലുളവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, മക്കളിലുണ്ടാകുന്ന അപകടങ്ങൾ എല്ലാം സ്വാഭാവികമാണ്. പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്കൊന്നും ഒരാളും
അമിതമായി വിഷമിക്കേണ്ട കാര്യമില്ല, അമിതമായി സന്തോഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രമല്ല, ഒരു അപകട വാർത്ത കേൾക്കുമ്പോൾ പോലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ പറഞ്ഞത്. മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയേണ്ട ഒരു കാര്യമല്ല, ഒരാൾക്ക് ഒരു അപകടം പറ്റിയെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ പോലും. എന്തിനേറെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാല് എവിടെയെങ്കിലും ഒന്ന് വെച്ച് കുത്തിയാൽ പോലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമുക്ക് പറയാം. ആ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മുസ്ലിങ്ങളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രമല്ല, അമുസ്ലിം സഹോദരങ്ങളുടെ മരണവാർത്ത കേൾക്കുമ്പോഴും നമുക്ക് പറയാവുന്നതാണ്. അത് പണ്ഡിതന്മാർ അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല, തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഒരു അമുസ്ലിമിന്റെ മരണവാർത്ത കേട്ടാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമുക്ക് പറയാം. കാരണം നമ്മളെല്ലാവരും അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, എല്ലാവരും മടങ്ങിപ്പോകാനുള്ളതും അള്ളാഹുവിലേക്ക് തന്നെയാണ്. ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം അടിയുറച്ച് വിശ്വസിക്കുക. എൻ്റെ റബ്ബന്റെ കാര്യത്തിൽ രേഖപ്പെടുത്തിയതല്ലാത്ത ഒന്നും എന്നെ ബാധിക്കുന്നില്ല. ഇത് ഉറച്ചു വിശ്വസിച്ചാലുണ്ടല്ലോ, നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കുന്ന ഇടിവുകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായ പ്രയാസങ്ങൾ, ഇതൊന്നും നമുക്ക് വല്ലാതെ ബാധിക്കൂല. അങ്ങനെ ബാധിക്കാത്ത കാലത്തോളം നമ്മളെ മനസ്സിനെ അത് വല്ലാതെ പിടിച്ചു കുലുക്കൂല. ഇത് താളം തെറ്റുമ്പോഴാണ്, നോർമൽ മൈൻഡിൽ നിന്ന് അബ്നോർമൽ ആയ ഒരു മൈൻഡിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും ആളുകൾ ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിനെ കുറിച്ചും ആത്മഹത്യാ പ്രവണതകളൊക്കെ കടന്നു വരുന്നത്, സമനില തെറ്റുന്നത്. പല സൈക്കോളജിസ്റ്റുകളെയും ഒക്കെ സമീപിക്കേണ്ടി വരുന്നത് ഇത്തരം പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴാണ്. ഈ വിധിയിലുള്ള വിശ്വാസം അടിയുറച്ചിട്ട് നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, എൻ്റെ റബ്ബ് ഇതെല്ലാം രേഖപ്പെടുത്തിയതാണ്, അത് ആ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്, എല്ലാം ഉണ്ടാകും. പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് പോവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസവും അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസവും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും എത്രത്തോളം നാം മനസ്സിലാക്കുന്നുവോ അതുപോലെ തന്നെ പ്രാധാന്യം നൽകി മനസ്സിലാക്കേണ്ട, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട വിഷയം തന്നെയാണ് അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം. അൽ ഈമാനു ബിൽ ഖദർ, അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ വിസ്മരിക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കാൻ, അവനോട് പ്രാർത്ഥിക്കാൻ ദീനുൽ ഇസ്ലാം എവിടെയും പോക്കറ്റ് കാലിയാകുന്ന ഒരു പ്രവർത്തനവും പഠിപ്പിച്ചിട്ടില്ല. ഹജ്ജ് പോലും നിർബന്ധമാകുന്നത് ഏത് ഘട്ടങ്ങളിലാണ്? ഒരാൾക്ക് അതിനുള്ള പ്രാപ്തി എത്തുക, അതായത് സാമ്പത്തികമായിട്ട് ആരോഗ്യപരമായിട്ടൊക്കെയുള്ള ഒരു പ്രാപ്തി എത്തുക. പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പുരോഹിത വർഗം എന്ന് പറയുന്ന ഒരു വിഭാഗം വളർന്നു വരുന്നത് പോലെ എങ്ങനെയാണ്? മനുഷ്യന്മാരുടെ ആശയെ കൊള്ളയടിച്ച് കൂട്ടത്തിൽ അവരുടെ കീശയെയും കാലിയാക്കുന്ന രീതിയാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ ജാറങ്ങളിലും മഖ്ബറകളിലും ഒരുപാട് സ്ത്രീകൾ ചെന്ന് സമീപിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പുരുഷന്മാരെക്കാൾ ഒരു പടി കുറച്ചുകൂടി മാനസികമായ ചില വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അവരോട് ആരെങ്കിലും കുടുംബത്തുനിന്നോ പുറത്തുനിന്നോ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് ഇതിൽ നിന്നൊരു റിലീഫ് ഉണ്ടാകാൻ വേണ്ടി അവരനുഭവിക്കുന്ന ഒരു പ്രയാസം, അത് ചിലപ്പോൾ രോഗമാകാം, ആരുടെയെങ്കിലും വേർപാടാകാം, വിടാതെ പിടികൂടുന്ന പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളാകാം. ഇതൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്നിട്ട് പറഞ്ഞു കൊടുക്കും. അവിടെ പോയിട്ട് ഒരു ഏലസ് കെട്ടിയാൽ മതി, ഒരു ഉറുക്ക് കെട്ടിയാൽ മതി, ഒന്ന് പുതപ്പ് വിരിച്ചാൽ മതി, ആ ഖബറിന്റെ മുന്നിൽ പോയിട്ട് ഒന്ന് സുജൂദ് ചെയ്താൽ മതി. സഹോദരങ്ങളെ, പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഗ്രഹമുള്ള കാര്യം അതാണ്. അതായത് ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും ഷിർക്കിലെത്തിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പണി. കാരണം പിന്നെ പിശാചിന്റെ പണി എളുപ്പമായി, പിന്നെ അവന്റെ കാര്യം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്കൊന്നും കിട്ടാത്ത മനുഷ്യന്മാരെങ്ങനെയാണ് പിശാച് പഴപ്പിക്കുക? നല്ല ദീനിയായി ജീവിക്കുന്ന, വളരെ ഇഖ്ലാസോടെ ജീവിക്കുന്ന, ദീനനുസരിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കാര്യത്തിൽ പിശാച് എങ്ങനെ പഴപ്പിക്കുക? ഞാൻ തിരക്കടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഓൻ കുറച്ചൊന്നും ഉയരും, ഓൻ തോന്നും, ഓനെന്നെ സ്വയം തോന്നും ഞാൻ കുഴപ്പമില്ല, ഞാൻ ആൾക്കാരുടെ ഇടയിലൊക്കെ അത്യാവശ്യം അറിവും കഴിവൊക്കെ ഉള്ള ഒരാളാണ് എന്ന തോന്നൽ പതുക്കെ ഉണ്ടാക്കി കൊടുക്കും. കാരണം ഓരെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഷിർക്കിന്റെ പ്രവണതകളിൽ കൊണ്ടുപോയി കെട്ടിയിടാൻ പറ്റൂല. അപ്പൊ ആളുകളെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നന്മൊക്കെ ചെയ്യുന്നൊരവസ്ഥ വരും. അപ്പൊ അത് ചെറിയ ഷിർക്കായി, റിയാ ആയി, അത് പോയി വലിയ ഷിർക്കുകളിലേക്ക് എത്തും, വലിയ പാപങ്ങളിലേക്ക് എത്തും.
അപ്പോൾ പിശാച് പല രൂപത്തിൽ മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഇത്തരം മക്ബറകളിലൊക്കെ ചെന്ന് പെടുന്നതിൽ കുറേ സ്ത്രീകളുണ്ടാവും. അതെന്താണ്? പലപ്പോഴും ചില കാര്യങ്ങളിൽ ഒരു സ്റ്റേബിളായ രീതിയിൽ അടിയുറച്ച രൂപത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ടൊക്കെ അവരാകെ അങ്കലാപ്പുകളിലായിരിക്കും. അപ്പൊ ഇതിന് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ള രൂപത്തിൽ ആരൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അതിനെ പോകുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ജീവിതത്തിൽ പല പ്രതിസന്ധികളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, അയ്യുൻ നാസി അശദ്ദു ബലാഅൻ, ജനങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി, പ്രയാസം, പരീക്ഷണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ? അൽ അംബിയാ, പ്രവാചകന്മാർക്കാണ്. നമ്മൾ സാധാരണ വിചാരിക്കൽ എന്താ, പൈസയും പത്രാസും സൗകര്യമൊക്കെ ഉള്ളവന്, അല്ലെങ്കിൽ ഭയങ്കര ദുനിയാവിൽ അത്യാവശ്യം നിലയും വിലയുള്ള ആൾക്കാർക്കൊന്നും പരീക്ഷണമില്ല, നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് തന്നെ എന്നും പരീക്ഷണമല്ല എന്നാ. പ്രവാചകന്മാർ അല്ലാഹ് എത്ര ഇഷ്ടപ്പെട്ട സമൂഹമാണ്. ആ പ്രവാചകന്മാർക്കാണ് പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ അവരെ പോലെയുള്ളവർ, പിന്നെ അവരെ പോലെയുള്ളവർ. ഫയുബ്തലാ അർറജുലു അലാ ഹസബി ദീനിഹി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഓരോരുത്തരും അവരുടെ ദീനിന്റെ തോതനുസരിച്ച് ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നു. ഒരാൾക്ക് നല്ല ദീനുണ്ടാവുമ്പോൾ ചിലപ്പോൾ പരീക്ഷണങ്ങൾ അയാൾക്ക് കൂടുതൽ വരും. അതെന്തിനാണെന്നറിയോ? ചിലപ്പോൾ ചില അടിമകൾക്ക് ദുനിയാവുന്ന അമലുകൾ കുറവായിരിക്കും, അയാൾക്ക് ചിലപ്പോൾ കുറേ പ്രവർത്തിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ മനുഷ്യന്മാരെ നോക്കിയിട്ട് ബാക്കിയുള്ള നമ്മളാരും വിലയിരുത്താൻ പോണ്ട. നമ്മളിങ്ങനെ പോയിട്ട് അയാൾക്ക് നന്മ പ്രവർത്തിക്കുന്നതിലൊന്നും ഒരു താല്പര്യമില്ല, അയാൾക്ക് അതിനുള്ളൊരു തൗഫീഖില്ല, അല്ലെങ്കിൽ അയാളെ കൊണ്ട് അതിനൊന്നും പറ്റൂല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളാരും ജഡ്ജ് ചെയ്യാനോ വിലയിരുത്താനോ പോണ്ട. അയാളുടെ ജീവിതത്തിൽ ചിലപ്പോൾ വിട്ടുമാറാത്ത പ്രതിസന്ധികൾ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അള്ളാഹ് കൊടുക്കണം എന്തിനാരോ? ചിലപ്പോൾ കുറേ നന്മ ചെയ്യാനുള്ള ഒരു അവസരം അയാൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ദുനിയാവിന്ന് പരീക്ഷണം കൊടുക്കും. അതെന്തിനാണെന്നറിയോ? പരലോകത്ത് സ്വർഗത്തിൽ വലിയ വലിയ മൻസിലത്തുകൾ നൽകാനാണ്. ചില മൻസിലത്തുകൾ സ്വർഗത്തിലുണ്ട്. മൻസിലത്ത് എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നൊക്കെ പറയാൻ പറ്റും. സ്ഥാനം. ഈ മൻസിലത്തുകൾ ആർക്കുള്ളതാണെന്നറിയോ? ദുനിയാവിൽ പ്രത്യേകിച്ച് കുറേ അമലുകൾ ചെയ്യാൻ പറ്റാത്ത, എന്നാൽ ദുനിയാവിലെ ജീവിതത്തിൽ സാമ്പത്തികമായും ശാരീരികമായും കുടുംബരംഗത്തും ദാമ്പത്യ ജീവിതത്തിലൊക്കെ കുറേ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് കൊടുക്കാനുള്ള സ്ഥാനങ്ങളാണത്. അത് അല്ലാഹു തആല അവിടുന്ന് കൊടുക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ, നമ്മുടെ തൗഹീദ് അത് ശരിയായാൽ മതി. തൗഹീദ് നമ്മൾ ശരിയാക്കി മുന്നോട്ട് പോകുക തന്നെ വേണം. അതിലൊരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ തൗഹീദ്, അഖീദ, വിശ്വാസം, ഞാൻ അല്ലാത്ത ഒരു പടപ്പിനോടും പ്രാർത്ഥിക്കുന്നില്ല, അല്ലാഹു അല്ലാത്ത ഒരു പടപ്പും പ്രാർത്ഥന കേൾക്കൂല, അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥന കേൾക്കുന്നവരും പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവരും പ്രാർത്ഥിക്കേണ്ടവരും സഹായം തേടേണ്ടവരും അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. അല്ലാത്ത ഒരു പടപ്പിന്റെ മുമ്പിലും ഞാൻ തലകുനിക്കൂല. അല്ലാഹു അല്ലാത്ത ഒരു അടിമയിലും, അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിന്റെ മുന്നിൽ പോയിട്ടും ഞാൻ എൻ്റെ കാര്യം തവക്കുലാക്കൂല. എൻ്റെ കാര്യം എൻ്റെ റബ്ബിനോട് മാത്രം, പടച്ചവനോട് മാത്രം. അങ്ങനെ അടിയുറച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ ഒരു പൗരോഹിത്യം ഇവിടെ വളരൂല. പുരോഹിതന്മാർ വളരുന്നത്, പൗരോഹിത്യം ഇവിടെ വളർച്ച പ്രാപിക്കുന്നതൊക്കെ പലപ്പോഴും റബ്ബിലുള്ള വിശ്വാസം, തവക്കുല്, അത് കുറഞ്ഞു വരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്ക് അടുത്തു പോകുന്നത്. അപ്പോഴാണ് സ്വാഭാവികമായിട്ടും ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും അള്ളാഹു അല്ലാത്ത പടപ്പുകളിലേക്കൊക്കെ, അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്കൊക്കെ പോയിട്ട് സമീപിക്കുന്നത്, അവിടെ ചെന്ന് നമ്മുടെ രോഗം പറയണത്, അവിടെ ചെന്ന് നമ്മുടെ വിഷമം പറയണത്. അതുകൊണ്ട് പ്രാർത്ഥന എപ്പോഴും അള്ളാഹിനോട് മാത്രമാക്കുക. അള്ളാഹ് മാത്രമേ പ്രാർത്ഥന കേൾക്കൂ എന്നുള്ള ഉറച്ചു വിശ്വസിക്കുക. അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുക. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അള്ളാഹു അല്ലാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കൂല, സഹായം തേടൂല. അള്ളാഹുവിൻ്റെ ഒരു പടപ്പിലും ഞാൻ കൊണ്ടുപോയി തവക്കുലാക്കൂല. പടച്ചവനിൽ മാത്രമേ ഞാൻ എൻ്റെ കാര്യങ്ങൾ തവക്കുലാക്കുകയുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിച്ചാൽ നമുക്ക് പ്രയാസം ഉണ്ടാകൂല. പിന്നെ പരീക്ഷണങ്ങൾ വരുന്നത് അത് അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല. അള്ളാഹു ഒരു അടിമയെ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ പരലോകത്ത് ധാരാളം പ്രതിഫലം നൽകാൻ വേണ്ടി പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പരീക്ഷണങ്ങളിൽ നമ്മൾ ശരിയായ ഇസ്ലാമികമായ നിലപാട് കൈകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു തആല അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയുമായിട്ട് നാം ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പട്ടിണി, ദാരിദ്ര്യം, കടബാധ്യത എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മാറാ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവർക്കും നമുക്കുമൊക്കെ പരിപൂർണമായ ആയുസ്സാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി അവരെയും നമ്മളെയും നാളെ റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു തആല ആ നാടിനും ആ സമൂഹത്തിനും ആ ജനതക്കും നിർഭയത്വം നൽകി അവരെയും നമ്മളെയും നാളെ റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടുകൂടി അത്യാനന്ദത്തോടുകൂടി ഒരുമിച്ച് കഴിയാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആദർശബന്ധമെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ പള്ളിയിൽ ഇവിടെ ജമാഅത്തിന് ഒക്കെ വന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർക്ക, അദ്ദേഹം നമുക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ഖബറിടം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ, പോരായ്മകൾ അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്ത് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം അദ്ദേഹത്തിന് നമുക്കുമെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ അല്ലാഹു തആല ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകുകയും ഇതിനേക്കാൾ ഉത്തമമായ ഒരവസ്ഥ പകരമായി റബ്ബ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരുന്ന, നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ എല്ലാ നന്മകളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ബഹുമാന്യനായ ഷാജഹാൻ ക, അദ്ദേഹത്തിൻ്റെ മകൻ ഖത്തറിൽ വെച്ച് ഒരു കാർ ആക്സിഡൻറ്റിൽ ഗുരുതരമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വെന്റിലേറ്ററിലാണ്. ഒന്നും പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 17 വയസ്സ് 18 വയസ്സുള്ള ആ ഒരു മകന് അല്ലാഹു തആല ശിഫ എത്രയും പെട്ടെന്ന് പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രയാസത്തിൽ, ആ അപകടത്തിൽ ആ കുടുംബത്തിനുണ്ടായ പ്രയാസം അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. റബ്ബന ഹബ് ലനാ മിൻ أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.